നമസ്കാരം, ഗൾഫ് ചന്ദ്രികയിലേക്ക് സ്വാഗതം. ദുബൈയിലെ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് അൽ മക്തൂം പാലത്തിൽ 2025 ജനുവരി 16 വരെ ഭാഗിക നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. RTA ആണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിന്റെ ഭാഗമായാണ് നിയന്ത്രണം. ജനുവരി 16 വരെ തിങ്കൾ മുതൽ ശനി വരെ രാത്രി 11 മുതൽ പുലർച്ചെ 5 വരെയും ഞായറാഴ്ചകളിൽ 24 മണിക്കൂറും റോഡ് അടച്ചിടുന്നതാണ്. വാഹനയാത്രക്കാർ ബദൽ സംവിധാനത്തിലൂടെ യാത്ര ചെയ്യണമെന്നും RTA നിർദ്ദേശിക്കുന്നുണ്ട്. ബദൽ സംവിധാനങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി യാത്ര ചെയ്യുക. UAE എന്ന രാജ്യം വലിയ പ്രാധാന്യമാണ് സ്ത്രീകൾക്ക് നൽകുന്നത്. അത് പൊതുസമൂഹത്തിലായാലും ജോലിയിലായാലും. സർക്കാർ സ്വകാര്യ മേഖലകളിൽ നിറഞ്ഞ സാന്നിധ്യമായ സ്ത്രീകൾ ഇപ്പോഴിതാ ദുരന്ത നിവാരണ സേനയിലും സാന്നിധ്യമാവുകയാണ്. UAEയിലെ ദുരന്ത നിവാരണ സേനയ്ക്ക് കരുത്തു പകർന്നുകൊണ്ട് 18 വനിതകളാണ് ടീമിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. രക്ഷാപ്രവർത്തനങ്ങൾക്ക് വനിതകളെ നിയോഗിക്കുന്നത് ഇത് ആദ്യമായാണ്. ആദ്യ വനിതാ ലാൻഡ് റെസ്ക്യൂ ടീമിന് ദുബായ് പോലീസ് വലിയ വരവേൽപ്പ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. കഠിന പരിശീലനത്തിലൂടെയും ബിരുദം പൂർത്തിയാക്കി നോൺ കമ്മീഷൻഡ് ഓഫീസർമാരായി ഇവർ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. രക്ഷാപ്രവർത്തനങ്ങൾക്ക് വനിതാ സംഘത്തെ ലഭിച്ചതിൽ അഭിമാനമുണ്ടെന്നും രാജ്യസുരക്ഷയിലുടനീളം സ്വദേശി വനിതകൾക്ക് നിർണായകമായ പങ്കുണ്ടെന്നും ദുബായ് പോലീസ് മേധാവി വ്യക്തമാക്കി. ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. സാങ്കേതിക അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ഇന്ത്യൻ പാസ്പോർട്ട് സേവന പോർട്ടൽ ഇന്നു മുതൽ തിങ്കളാഴ്ച വരെ പ്രവർത്തിക്കില്ലെന്ന് ഇന്ത്യൻ എംബസി അധികൃതർ അറിയിച്ചു. ഇന്ന് വൈകുന്നേരം 6:30 മുതൽ 24 തിങ്കളാഴ്ച പുലർച്ചെ 4:30 വരെയാണ് പോർട്ടൽ പണിമുടക്കുക. എമർജൻസി തൽക്കാൽ പാസ്പോർട്ടുകളും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുകളും ഉൾപ്പെടെയുള്ള സേവനങ്ങൾ എംബസിയിലും BLS ഇന്റർനാഷണൽ സെന്ററുകളിലും ലഭിക്കില്ല. നാളെ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്ത ആളുകൾക്ക് 23-നും 27-നും ഇടയിലുള്ള പുതുക്കിയ തീയതികൾ നൽകും. ഈ തീയതി അപേക്ഷകന് സൗകര്യമല്ലെങ്കിൽ ഈ തീയതിക്ക് ശേഷം അവർക്ക് ഏതെങ്കിലും BLS സെന്ററിൽ പോയി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇതിനായി പ്രത്യേക അപ്പോയിന്റ്മെന്റ് ആവശ്യമില്ല. മറ്റ് കോൺസുലർ വിസ സേവനങ്ങൾ നാളെ UAEയിലുടനീളമുള്ള എല്ലാ BLS കേന്ദ്രങ്ങളിലും തുടർന്നും നൽകുമെന്ന് അബുദാബിയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. എംബസിയുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത കൂടിയുണ്ട്. അബുദാബി ഇന്ത്യൻ എംബസിയിൽ ഇന്ന് ഓപ്പൺ ഹൗസ് നടക്കുകയാണ്. ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെയാണ് അനുവദിച്ചിരിക്കുന്ന സമയം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.